ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഡേ ഇൻ മൈ ലൈഫാണ്. എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷേ ഞാൻ എൻ്റെ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് എല്ലാവരും ചെയ്യുന്ന പോലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ബെഡ്ഷീറ്റൊക്കെ ക്ലിയർ ചെയ്തിടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ എനിക്കിന്നൊരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പോൾ പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. എവിടെയെന്ന് വെച്ചാൽ ഞാനൊരു കമ്പ്യൂട്ടർ കോഴ്സിന് ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ടൈമിൻ്റെ കാര്യമൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഏത് ടൈമിലാണ് വേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഒന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് അങ്ങോട്ട് പോകണം. അപ്പോൾ ചങ്ങരംകുളത്താണ് കേട്ടോ കമ്പ്യൂട്ടർ കോഴ്സിന് ചേർന്നിട്ടുള്ളത്. അപ്പോൾ അത് അങ്ങോട്ട് പോകണം. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഉച്ചക്കലത്തെ ഫുഡ് കഴിച്ചിട്ടേ പോവുള്ളൂ, ഉച്ചയ്ക്ക് ശേഷമേ പോകണുള്ളൂ. പിന്നെ മക്കളുണ്ട് വീട്ടിൽ, സ്കൂളില്ലാത്ത ദിവസമാണ്, ശനിയാഴ്ചയായിരുന്നു. അപ്പോൾ കുറച്ച് ഉച്ചക്കലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ശനിയാഴ്ചത്തെ വീഡിയോ ആണ്. ഇപ്പോഴാണ് എനിക്കിത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ചെറിയ കുട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അവരെ കാര്യമൊക്കെ നോക്കിയിട്ട് എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനും നമ്മൾ ചിലപ്പോൾ സമ്മതിക്കില്ല. അപ്പോൾ അതൊക്കെ ചെയ്ത് വരുമ്പോൾ കുറച്ച് സമയം വഴുകും. അതുകൊണ്ടാണ് ശനിയാഴ്ചത്തെ വീഡിയോ ആണിത്. അപ്പോൾ ബീട്രൂട്ട് കുറച്ച് മൂത്താൾ അരിഞ്ഞ് തന്നതാട്ടോ. കുറച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ആൾ. അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്ത് തരാറുണ്ട്. അപ്പോൾ അവൾ കുറച്ച് അരിഞ്ഞ് തന്നതാട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചക്കലത്തെ ഫുഡിന് ഇതാ ബീട്രൂട്ട് ഉപ്പേരിയും പിന്നെ രസം, സാമ്പാർ, മുളക് വറുത്തത്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ കുറച്ച് ദിവസം കർക്കിടക ആയതുകൊണ്ട് മീൻ വാങ്ങാതെ ഇരുന്നു. കുറച്ച് ദിവസമൊക്കെ പറ്റുള്ളൂ കേട്ടോ. അവിടെ മക്കൾക്ക് മീൻ വേണം, അല്ലെങ്കിൽ ഒരു ഓംലേറ്റ് എങ്കിലും വേണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വല്ലാതെ അങ്ങോട്ട് നോലുമ്പെടുക്കാനോ അങ്ങനെയൊന്നും പറ്റാറില്ല. അപ്പോൾ രസം ഉപ്പേരിയൊക്കെ ആവാൻ വേണ്ടിയിട്ട് ഗ്യാസുമ്മ വെച്ച സമയം കൊണ്ട് ഞാൻ അടിച്ചു വരിക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ രാവിലത്തെ ഞാൻ കാണിച്ചിട്ടില്ല. പുട്ടും പപ്പടമായിരുന്നു, അത് കഴിച്ചു. പിന്നെ ഉള്ള കാര്യങ്ങളാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഫുഡ് കഴിക്കണമെന്ന് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതൊക്കെ ആവണേൻ്റെ ഉള്ളിൽ വേറെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അടിക്കുക, തുടയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ അത് കുറേ ദിവസം മീൻ വാങ്ങാതിരുന്നോണ്ടേ, അപ്പോൾ മക്കൾക്ക് മീൻ വേണമെന്ന് പറഞ്ഞിട്ട് ചെമ്മീനായിരുന്നു. അപ്പോൾ അത് അവർക്ക് വറുക്കുന്നതാണ് ഇഷ്ടം, അപ്പോൾ വറുത്ത് കൊടുത്തു കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കുന്നതാണിത്. ഞാൻ ചെമ്മീൻ കൂട്ടാറില്ല. ഞാൻ ഒരുവിധം മീനൊന്നും കഴിക്കാറില്ല. ചെറിയ വല്ല മീനൊക്കെ കഴിക്കുകയുള്ളൂ. മാന്തൾ അങ്ങനത്തെയൊക്കെ, അതും മീൻ ചിലപ്പോഴേ കഴിക്കുകയുള്ളൂ, കറി മാത്രമേ കൂട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ ചെമ്മീൻ വറുത്തതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഇടയിൽ വേറെ മോളുടെ സൗണ്ടൊക്കെ കേൾക്കൂട്ടോ. അവൾ വോയിസ് കൊടുക്കുന്നതിൻ്റെ ഇടയിലൊക്കെ വന്ന് സൗണ്ട് ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഞാൻ മോൾക്ക് ഒരു തുണി ഇവിടെ ഇരുന്നിരുന്നു, കുറേ ദിവസമായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ എനിക്ക് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ചിരുന്നത്. അപ്പോൾ ഞാനത് ടോപ്പ് അടിച്ചു കേട്ടോ. പിന്നെ അതാണ് നേരത്തെ കാണിച്ചു തന്നത്. ഇതപ്പോൾ ഞങ്ങൾ ചങ്ങരകുളത്തേക്ക് പോവുകയാണ്, കമ്പ്യൂട്ടർ കോഴ്സിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പോവുകയാണ്. പോയി വന്നിട്ടാണ് പിന്നെ മക്കൾക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ കൊഴുക്കട്ട ഉണ്ടാക്കുക കേട്ടോ. കൊഴുക്കട്ട അവർക്ക് ഇഷ്ടമാണ്, പക്ഷെ എനിക്കത് ഉണ്ടാക്കാൻ തീരെ അറിയില്ല. ഞാൻ ഉണ്ടാക്കുമ്പോൾ തീരെ ശരിയാവാറില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ള ഒരു രീതിക്ക് ചെയ്യുന്നതാണ്. അത് ഉരുളയാക്കണതൊന്നും എനിക്ക് തീരെ പറ്റാറില്ല. അപ്പോൾ എൻ്റെ ഒരു രീതിക്ക് എനിക്കറിയുന്ന പോലെ ചെയ്തതാണ് കേട്ടോ കൊഴുക്കട്ട. അവർക്ക് ഇഷ്ടമായി, കുഴപ്പമൊന്നുമില്ല. കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഭംഗിയില്ല എന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ എന്തെങ്കിലും പറയുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിലൊക്കെ തിരുത്താൻ ശ്രമിക്കാം. എനിക്ക് വോയിസ് കൊടുക്കാനും ഇതുപോലെ മീഡിയയിൽ വന്നിരുന്ന് സംസാരിച്ചിട്ടൊന്നും ശീലമില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് തിരുത്താൻ ശ്രമിക്കാം. ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇല്ലേ, അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരുത്താൻ ശ്രമിക്കാം. അപ്പോൾ പിന്നെ ഇതുവരെയുള്ള വീഡിയോസ് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ബാക്കിയുള്ളതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കൊഴുക്കട്ടയുടെ ഷേപ്പൊന്നും എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. ടേസ്റ്റ് കൊഴുക്കട്ടയുടെ ടേസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ മക്കൾക്കൊക്കെ ഇഷ്ടമായി. അപ്പോൾ അതെല്ലാം കഴിച്ചു. പിന്നെ ഉള്ള വീഡിയോസും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ഇടണം കേട്ടോ ഇഷ്ടമാവുകയാണെങ്കിൽ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഷോർട്സും ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ലോങ് വീഡിയോ കണ്ടിട്ടുള്ളവർ, എൻ്റെ ഷോർട്സ് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.